ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള PSC ഏറ്റവും അടുത്തായി നടത്തിയിട്ടുള്ള എല്ലാ ടൈപ്പിസ്റ്റ് എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ജനറൽ നോളജ് പൊതുവിജ്ഞാന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ടഫായാൽ ഏത് തരത്തിലായിരിക്കും നമുക്ക് ഉത്തരം എഴുതേണ്ടത് എന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യൂട്യൂബ് ക്ലാസ് ആണ്. അപ്പം കഴിഞ്ഞ പരീക്ഷകളിൽ നടത്തിയ ടൈപ്പിസ്റ്റ് പരീക്ഷകളിൽ നിന്ന് നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളാണ് നിങ്ങൾക്കായി ഈ ക്ലാസ്സിലൂടെ നൽകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ ചോദ്യങ്ങളും PSCയുടെ ഏറ്റവും ട്രെൻഡിങ് ചോദ്യങ്ങളാണ്. അതായത് PSCയുടെ ന്യൂ ടൈപ്പ് ചോദ്യങ്ങളാണ്. മിക്കപ്പോഴും ഈ ചോദ്യങ്ങളുടെ ഉത്തരം പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാമെങ്കിലും PSC ഓപ്ഷനിൽ വരുത്തുന്ന ആ ഒരു കുറുക്കു വഴിയിലൂടെ നമുക്കൊരു പക്ഷേ ശരി ഉത്തരം കണ്ടെത്തി കറുപ്പിക്കുക എന്ന് പറയുന്നത് ചിലപ്പം ചെയ്യാൻ സാധിക്കാതെ പോകും. അപ്പൊ അതിന് എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത് എന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ജനറൽ നോളജ് ഭാഗത്ത് നിന്ന് ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര മാർക്കിനാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ടൈപ്പിസ്റ്റ് എക്സാമിന് സാധ്യതയുള്ളത്. സിലബസിൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ പാർട്ട് 1 എന്ന രീതിയിലാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ജനറൽ നോളജ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, മൂവ്മെന്റ്സ്, ലീഡേഴ്സ് എന്ന രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഈ 10 മാർക്കിനുള്ളിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയതാണ് കറണ്ട് അഫേഴ്സും. മിക്കപ്പോഴും പരീക്ഷകളിൽ ഒരുപാട് കറണ്ട് അഫേഴ്സ് ഒന്നും കണ്ടിട്ടില്ല, ചിലപ്പോൾ കറണ്ട് അഫേഴ്സ് ചോദിക്കാറുമില്ല. അപ്പൊ ഈ ഒരു സിലബസിനകത്ത് നിന്നുകൊണ്ട് വന്ന ചോദ്യങ്ങൾ, അതിന്റെ ഏറ്റവും പുതിയ ട്രെൻഡിങ് ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. അപ്പം ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായും നമ്മുടെ ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ച് വേണം കാണാൻ. കാരണം അതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സിലബസ് ഇതാണ്. ഈ ഒരു സിലബസിനകത്ത് നിന്ന് വന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയറിൽ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് നടത്തിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് വൈകുണ്ഠ സ്വാമികൾ. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട കറക്റ്റായ പ്രസ്താവന, അതാണ് നമ്മൾ നോക്കേണ്ടത്. കറക്റ്റായ പ്രസ്താവന, വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കറക്റ്റായ പ്രസ്താവന. ഫസ്റ്റ് ടു മേക്ക് മിറർ കോൺസിക്രിയേഷൻ ഇൻ സൗത്ത് ഇന്ത്യ, പ്രതിഷ്ഠ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസ്ഡ് ദ കല്ലുമാല അജിറ്റേഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹിസ് ധർമ്മിക് ബിലീഫ് സിസ്റ്റം വാസ് നോൺ ആസ് പാത്ത് ഓഫ് ദി ഫാദർ, അതായത് അയ്യാവഴി, അതിനെയാണ് പാത്ത് ഓഫ് ദി ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ തന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇനിയാണ് ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി only 3, ഓപ്ഷൻ ഡി only 1 and 3. അപ്പൊ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം 3 പ്രസ്താവനകൾ, ഓപ്ഷൻസ്. ഇതാണ് നമ്മുടെ ചോദ്യ രീതി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ശരി ഉത്തരം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജോലി. നോക്കുക, ഇതിൽ ശരി ഉത്തരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻ ഡി only 1 and 3. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഓർഗനൈസ്ഡ് ദ കല്ലുമാല അജിറ്റേഷൻ. കല്ലുമാല അജിറ്റേഷൻ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതല്ല. ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്ന് നമ്മൾ പഠിക്കും. 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമായിരുന്നു കല്ലുമാല അജിറ്റേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ശരി ഉത്തരം കണ്ടെത്തി. വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ ഓപ്ഷൻ only 1 and 3, ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് വർക്ക്സ് ആർ ഡൺ ബൈ ശ്രീനാരായണ ഗുരു. നമുക്കറിയാം നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ആത്മോപദേശ ശതകം, രണ്ടാമത്തത് ആദിഭാഷ, മൂന്നാമത്തത് അരുൾനൂൽ, നാലാമത്തത് നവമഞ്ജരി.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ, ബി, സി, ഡി only 1 and 3, ഓപ്ഷൻ ബി only 1 and 3, ഓപ്ഷൻ സി only 1 and 4, ഓപ്ഷൻ ഡി only 3 and 4. ഇവിടെ ശരി ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ശരി ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി 1 and 4, അതായത് ആത്മോപദേശ ശതകം, നവമഞ്ജരി എന്നീ വർക്കുകൾ, രചനകൾ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. എന്നാൽ ആദിഭാഷ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ആരുടെയാണ് ആദിഭാഷ? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടേതാണ് ആദിഭാഷ. ചട്ടമ്പി സ്വാമികളുടേതാണ്. അരുൾനൂൽ ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ്. വൈകുണ്ഠ സ്വാമികളുടെയാണ് ഏത്? അരുൾനൂൽ. അപ്പൊ ഈ രണ്ട് രചനകളും ശ്രീനാരായണ ഗുരുവിന്റെ അല്ല. ഓപ്ഷൻ സി only 1 and 4, അതായത് ആത്മോപദേശ ശതകവും നവമഞ്ജരിയുമാണ് ശരി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിവർ പെരിയാർ. താഴെ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ്, അവയിൽ റിവർ പെരിയാറുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് കണ്ടെത്തുക എന്നതാണ്. നോക്കുക, ഒന്നാമത്തെ, നോൺ ആസ് ചൂർണി ഇൻ ആൻഷ്യന്റ് ടൈം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ്. ലെങ്ത് ഈസ് 344 കിലോമീറ്റർ. അതിന്റെ നീളം 344 കിലോമീറ്റർ ആണ്. നോൺ ആസ് ദ ലൈഫ് ലൈൻ ഓഫ് കേരള. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്നു. ഫ്ലോയിങ് ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ. ആ പെരിയാറിന്റെ സവിശേഷതകൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. നമുക്കറിയാം ഓപ്ഷൻ പുതിയ ടൈപ്പിൽ എങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പം ഇതിൽ നിന്ന് ശരി ഉത്തരത്തെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി 1 and 3, അതായത് ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. പക്ഷെ രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഇതിന്റെ ലെങ്ത്, അതായത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് 344 കിലോമീറ്റർ അല്ല. എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇത് ഒരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ അല്ല. ഇതൊരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ അല്ല. ഇതൊരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ, അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. നമുക്കറിയാം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് കാലഗണന ക്രമത്തിൽ ക്രമപ്പെടുത്തുക. 4 സംഭവങ്ങളാണ് തന്നിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ, മലബാർ റിബിലിയൻ, ഗുരുവായൂർ സത്യാഗ്രഹ, മലയാളി മെമ്മോറിയൽ. അപ്പൊ ഇതിൽ ആദ്യം നടന്നത്, രണ്ടാമത് നടന്നത്, മൂന്നാമത് നടന്നത്, നാലാമത് നടന്നത് എന്ന രീതിയിൽ ഇതിനെ നമുക്ക് കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ട് ഇതിൽ നിന്ന് ഏത് ഉത്തരമാണ് അതിന്റെ ശരി എന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഇവിടെ ഓപ്ഷൻ എ ആണ്, അതായത് 4, 2, 1, 3. അപ്പൊ നാലാമത്തത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എന്നാണ് നടന്നത്? 1891 നടന്ന ഒരു സംഭവമാണ് മലയാളി 1891 നടന്ന ഒരു സംഭവമാണ് മലയാളി മെമ്മോറിയൽ. ഇനി മലബാർ കലാപം, മലബാർ റിബിലിയൻ, രണ്ടാമത് പറയുന്ന മലബാർ റിബിലിയൻ നടന്നത് എന്നാണ്? 1921 നെക്സ്റ്റ് അടുത്തത് വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 ആണ്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നാലാമതാണ് ആര് വരേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്ത് ആദ്യം നടന്ന സംഭവം മലയാളി മെമ്മോറിയൽ ആണ് നാലാമത്തത്. അത് കഴിഞ്ഞ് മലബാർ റിബിലിയൻ 1921, അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും, ഇത് നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗമാണ്. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് അയ്യ വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ നവോത്ഥാന നായകന്മാര് നമ്മുടെ സിലബസിലുള്ള ഒരു ഭാഗമാണ്. അത് കൃത്യമായിട്ട് നവോത്ഥാന നായകന്മാരെ ഞാൻ നേരത്തെ കാണിച്ച സിലബസിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മുഴുവൻ പേരെയും ഒന്ന് വായിച്ചു നോക്കിയിട്ടേ എക്സാമിന് പോകാവുള്ളൂ. ഫസ്റ്റ് ടു സ്റ്റാർട്ട് മിറർ കോൺസിക്രിയേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി
കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നു. ഹി ഓർഗനൈസ്ഡ് ദ കല്ലുമാല അജിറ്റേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കല്ലുമാല അജിറ്റേഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. കല്ലുമാല അജിറ്റേഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഹി സ്റ്റുഡ് ഫോർ ഓപ്പണിംഗ് എ പബ്ലിക് റോഡ് ഫോർ ദി ലോവർ കാസ്റ്റ്. അതായത് താഴ്ന്ന വിഭാഗത്തിന് വേണ്ടി പൊതുനിരത്തുകൾ തുറന്നു കൊടുക്കണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ അതിനുവേണ്ടി അത് നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. ഹി ഓർഗനൈസ്ഡ് ലേബർ സ്ട്രൈക്ക്. തൊഴിലാളി സമരം നടത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലേതാണ് അയ്യ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയായിട്ട് പറയാൻ പറ്റുന്നത്. ബാക്കി 3 പ്രസ്താവനകളും ആരുമായി ബന്ധപ്പെട്ടതല്ല? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടല്ല. ബാക്കി 3 പ്രസ്താവനകളും ബന്ധപ്പെട്ടിരിക്കുന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ബാക്കി 3. ഓർഗനൈസ്ഡ് കല്ലുമാല അജിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു കല്ലുമാല സമരം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നാണ്. ഹി സ്റ്റുഡ് ഫോർ ഓപ്പണിംഗ് ദ പബ്ലിക് റോഡ് ഫോർ ദി ലോവർ കാസ്റ്റ്. അതായത് താഴ്ന്ന വിഭാഗത്തിന് വേണ്ടി പൊതുനിരത്തുകൾ തുറന്നു കൊടുത്തത് ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. അത് വില്ലുവണ്ടി യാത്ര, അദ്ദേഹത്തിന്റെ 1893 വില്ലുവണ്ടി യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഹി ഓർഗനൈസ്ഡ് ലേബർ സ്ട്രൈക്ക്. അതായത് 1907 അയ്യങ്കാളി കേരളത്തിൽ ആദ്യമായി കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തി. അപ്പൊ ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകൾ, ഈ 3 സ്റ്റേറ്റ്മെന്റുകളും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഫസ്റ്റ് ടു സ്റ്റാർട്ട് മിറർ കോൺസിക്രിയേഷൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. എന്നാൽ കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. 1927 കളവൻകോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കണ്ണാടി പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളും ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 6ാമത്തെ ക്വസ്റ്റിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ? പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ശരിയായത് കണ്ടെത്തുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതായത് നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ പണ്ഡിറ്റ് KP കറുപ്പന്റെ നവോത്ഥാന പ്രസ്ഥാനം ഏത് എന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജോലി. ഒന്നാമത്തേത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, രണ്ടാമത്തേത് സമത്വ സമാജം, മൂന്നാമത്തേത് യോഗക്ഷേമ സഭ, നാലാമത്തേത് അരയ സമാജം. അരയ സമാജം. അപ്പൊ ഇതിൽ ശരി ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഓപ്ഷൻ ഡി, only 4. അതായത് അരയ സമാജം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിത്വമാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ ഓക്കെ ആണല്ലോ. ഈ അരയ സമാജം സ്ഥാപിക്കുന്നത് 1907 കൊച്ചിയിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാം ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വേറൊന്നും കരുതരുത്, ഇതെല്ലാം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. Given below are 2 statements, one labeled as assertion A and other labeled as reason R. Select your answer from the codes given below. ശരി ഉത്തരം നിങ്ങൾ താഴെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്ന്. കോഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനുകളാണ്. ശ്രദ്ധിക്കണം, കോഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനുകളാണ്. ഈ ചോദ്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കൊരു പേടി തോന്നും, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നോക്കാം, അസർഷൻ എന്താണ് പറയുന്നത്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് devaluation of rupee to increase the export of the country. നെക്സ്റ്റ്, റീസൺ എന്ന രീതിയിൽ പറയുകയാണ്. പക്ഷെ റീസൺ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അത് നമ്മുടെ ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ വായിച്ചു നോക്കി കണ്ടെത്തുന്നത്. ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് ദി തേർഡ് പ്ലാൻ ഓഫ് ദി ഗവൺമെന്റ്, 5-year പ്ലാന്റെ കേസാണ് പറയുന്നത്. വാസ് ഫോഴ്സ്ഡ് ടു ഡിക്ലെയർ പ്ലാൻ ഹോളിഡേ ഫ്രം 1966 to 1967, 67 to 68 and 68 to 69 എന്ന് പറഞ്ഞാൽ 66 to 69 എന്ന് പറയേണ്ടത് അവർ കുറച്ചുകൂടെ ഒന്ന് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഫസ്റ്റ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർഡ് ഡിവാലുവേഷൻ ഓഫ് റുപ്പി, അതായത് റുപ്പി മൂല്യം ഡിവാലുവേറ്റ് ചെയ്യുക, അതായത് കുറയ്ക്കുക. ടു ഇൻക്രീസ് ദ എക്സ്പോർട്ട് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂട്ടുന്നതിന് വേണ്ടി, അതായത് ബോധപൂർവം രാജ്യത്തിന്റെ
റുപ്പിയുടെ ഡിവാലുവേഷൻ, അതായത് മൂല്യം കുറച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ഡിവാലുവേഷൻ ഓഫ് റുപ്പി ടു ഇൻക്രീസ് ദ എക്സ്പോർട്ട് ഓഫ് ദി കൺട്രി. നെക്സ്റ്റ്, ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് ദി തേർഡ് പ്ലാൻ, ഗവൺമെന്റ് വാസ് ഫോഴ്സ്ഡ് ടു ഡിക്ലെയർ പ്ലാൻ ഹോളിഡേ ഫ്രം 1966 to 1969. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ ഈ പറയുന്ന അസർഷൻ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ശരിയായ എക്സ്പ്ലനേഷൻ അല്ല ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റീസൺ. ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ ഇതിന്റെ ശരിയായ എക്സ്പ്ലനേഷൻ അല്ല, റീസൺ അല്ല ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം, എങ്കിൽ ഇതിൽ ഉത്തരമായി ഏത് ഓപ്ഷനെ നമുക്ക് എടുക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ ഒരു പുതിയ ടൈപ്പ് ചോദ്യമാണ് നമ്മൾ കണ്ടത്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കണ്ടിട്ടുള്ള ചോദ്യമാണെങ്കിലും ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് നമ്മുടെ ചോദ്യം കുറച്ചൊന്ന് കടുപ്പിച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ പേടിക്കരുത്, നമുക്കറിയാം, കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. GK നമ്മൾ പഠിക്കുന്നതാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ നോക്കണം. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ 5 ഇയർ പ്ലാൻ പഠിക്കുമ്പോൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ഒരു രാജ്യം എപ്പോഴും ആ രാജ്യത്തിന്റെ മണി വാല്യൂ കുറയ്ക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആത്മവിദ്യാസംഘം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചട്ടമ്പി സ്വാമികൾ. ദ സാധുജന പരിപാലന സംഘം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അയ്യങ്കാളി ഫോർ ദളിത് എഡ്യൂക്കേഷൻ. കുമാര ഗുരുദേവൻ വാസ് സ്റ്റാർട്ടഡ് അരയ സമാജം. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം. ഓൺലി 2. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സാധുജന പരിപാലന സംഘം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അയ്യങ്കാളി ഫോർ ദളിത് എഡ്യൂക്കേഷൻ. അങ്ങനെയെങ്കിൽ നോക്കാം, ആത്മവിദ്യാസംഘം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ആത്മവിദ്യാസംഘം ആരുടേതാണ്? ആത്മവിദ്യാസംഘം വാക്ഫടാനന്ദന്റേതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അരയ സമാജം നമ്മൾ നേരത്തെ പഠിച്ചാണ്, പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുന്ന നവോത്ഥാന നായകന്റേതാണ് അരയ സമാജം. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ പെരിയാർ? അതായത് പെരിയാർ എന്ന് പറയുന്ന റിവറിന്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തതിൽ പറമ്പിക്കുളം, രണ്ടാമത്തതിൽ മുതിരമ്പുഴ, 3 ഇടമലയാർ, 4 മംഗലം പുഴ. നമുക്കറിയാം, ഇവിടെ നോക്കുമ്പം പറമ്പിക്കുളം നമ്മൾ ഒരു നദിയുടെയും ട്രിബ്യൂട്ടറി ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. പറമ്പിക്കുളം ഒരു വന്യജീവി സങ്കേതവും ഒരു കടുവാ സങ്കേതവും ഒക്കെ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബാക്കി 3 എണ്ണവും 2ഉം 3ഉം 4ഉം എന്താണ്, ഈ പറയുന്ന പെരിയാർ എന്ന നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ ബി 2, 3 ആൻഡ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ ഈ രീതിയിൽ, ഞാൻ മറ്റു ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല, ഇത് വായിക്കേണ്ട കാര്യമില്ല. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തെറ്റായ ഓപ്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വായിക്കേണ്ട. ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഇവിടെ നമ്മൾ നവോത്ഥാന നായകന്മാരും അവരുടെ വർക്കുകളുമാണ്, അതായത് അവരുടെ രചനകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയായി കണക്ട് ചെയ്യുന്നവ മാത്രം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ചൂസ് ദ കറക്റ്റ് ആൻസർ. നോക്കിയേ, നളാഗമങ്ങൾ VT ഭട്ടതിരിപ്പാടാണെന്ന് പറയുന്നു, ശരിയാണോ എന്നറിയില്ല. അദ്വൈത പഞ്ചരം ശ്രീനാരായണ ഗുരു, ക്രിസ്തുമത നിരൂപണം ചട്ടമ്പി സ്വാമികൾ, ജാതി കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പൊ നവോത്ഥാന നായകന്മാരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് 3, 4. അതായത് ക്രിസ്തുമത നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്, ജാതി കുമ്മി പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. എന്നാൽ നളാഗമങ്ങൾ ആരുടേതാണ്? നളാഗമങ്ങൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആരുടേതാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നളാഗമങ്ങൾ ആരുടേതാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ്, അദ്വൈത പഞ്ചരം എന്നത് ആദിശങ്കരൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ചോദ്യം ഏത് രീതിയിലായിരിക്കും വരുന്നത് എന്ന്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? അതായത് നമ്മളോട് ചോദിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ്.
ഫസ്റ്റ് ഓപ്ഷൻ എ, അയ്യ വൈകുണ്ഠ സ്വാമികൾ വാസ് ദ ഫസ്റ്റ് ടു മേക്ക് മിറർ കോൺസിക്രിയേഷൻ. കണ്ണാടി പ്രതിഷ്ഠ വ്യക്തമായിട്ട് നമുക്ക് മലയാളീകരിച്ച് പറയുന്നുണ്ട് കണ്ണാടി പ്രതിഷ്ഠ എന്ന്. ഇൻ സൗത്ത് ഇന്ത്യ നമ്മൾ പഠിച്ചതാണത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വാഗ്ഭടാനന്ദ വാസ് ദ ഫൗണ്ടർ ഓഫ് സമത്വ സമാജം. സമത്വ സമാജത്തിന്റെ ഫൗണ്ടർ വാഗ്ഭടാനന്ദനാണെന്ന് പറയുന്നത് ശരിയാണോ അറിയില്ല. തൈക്കാട് അയ്യ സ്വാമികൾ ഫൗണ്ടഡ് ദ ശൈവ പ്രകാശ സഭ അറ്റ് ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. ഓപ്ഷൻ സി, തൈക്കാട് അയ്യ സ്വാമി ഫൗണ്ടഡ് ദ ശൈവ പ്രകാശ സഭ അറ്റ് ട്രിവാൻഡ്രം. ഓപ്ഷൻ ഡി, മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എസ്റ്റാബ്ലിഷ്ഡ് എ സാൻസ്ക്രിറ്റ് സ്കൂൾ അറ്റ് മന്നാനം ഇൻ കോട്ടയം. അപ്പൊ ഇവിടുത്തെ തെറ്റായ ഉത്തരം അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദ വാസ് ദ ഫൗണ്ടർ ഓഫ് സമത്വ സമാജം. സമത്വ സമാജം വാഗ്ഭടാനന്ദന്റേതല്ല. ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ആത്മവിദ്യാസംഘമാണ് വാഗ്ഭടാനന്ദൻ എന്ന നവോത്ഥാന നായകന്റെ പ്രസ്ഥാനം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ അലൂവിയൽ സോയിൽ ഈസ് നോട്ട് കറക്റ്റ്. ശ്രദ്ധിക്കണം, ഇവിടെ തന്നിരിക്കുന്നത് അലൂവിയൽ സോയിൽ, അതായത് എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ട് നോട്ട് കറക്റ്റ്, ശരിയല്ലാത്തത്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്തതിനെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആണോ, അതായത് റൈറ്റ് ആണോ, ട്രൂ ആണോ എന്നൊക്കെ നോക്കണം. നോട്ട് കറക്റ്റ് ആണോ, ഫാൾസ് ആണോ എന്നൊക്കെ നോക്കണം. ദേ ആർ ഡിപ്പോസിഷണൽ സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ്. രണ്ടാമത്, ദി സോയിൽ കവർ അബൌട്ട് 40% ഓഫ് ദി ടോട്ടൽ ലാൻഡ് ഏരിയ. ദേ ആർ ജനറലി റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം. ഇവിടെ തന്നിരിക്കുന്ന ഈ 3 സ്റ്റേറ്റ്മെന്റുകളും അലൂവിയൽ സോയിലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്. ഇതിനകത്ത് റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്തുമ്പോൾ നമുക്ക് എവിടേക്ക് പോകണം? നൺ ഓഫ് ദി എബോ എന്ന ആൻസറിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ലോക്കൽ വിൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തമായി നോക്കണം, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ലോക്കൽ വിൻസ് ഏതൊക്കെയാണ്? ഈ ലോക്കൽ വിൻസിനെ എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ലു ലോക്കൽ വിൻഡ്, ചിനൂക്ക് ലോക്കൽ വിൻഡ്, ഹർമാറ്റൺ ലോക്കൽ വിൻഡ്, മാംഗോ ഷവർ ലോക്കൽ വിൻഡ്. അപ്പൊ ഇതിൽ ഏത് ലോക്കൽ വിൻഡ് ആണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം അനുഭവപ്പെടുന്ന ലോക്കൽ വിൻഡുകളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക? നോക്കിയേ, ഓപ്ഷൻ സി, ഓൺലി 1 and 4. ലു ലോക്കൽ വിൻഡും മാംഗോ ഷവർ ലോക്കൽ വിൻഡുമാണ് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോക്കൽ വിൻഡുകൾ. ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ട് പറയാൻ പറ്റുക. എന്നാൽ നമുക്കറിയാം ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഒരു ടൈപ്പ് ലോക്കൽ വിൻഡാണ്. അത് വടക്കേ അമേരിക്കയിലാണ്. ഹർമാറ്റൺ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു ലോക്കൽ വിൻഡ്. അപ്പൊ ആഫ്രിക്കയിലും വടക്കേ അമേരിക്കയിലും അനുഭവപ്പെടുന്നതായതുകൊണ്ട് ഇവര് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നവരല്ല എന്ന രീതിയിൽ നമുക്ക് മാറ്റി 1ഉം 4ഉം മാംഗോ ഷവർ, ലു എന്നിവ ശരി ഉത്തരങ്ങളായിട്ട് എടുക്കാം. നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ഓഫ് ഇന്ത്യ? നമുക്കറിയാം മൺസൂൺ സീസണിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂണും മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയാണ് നമ്മൾ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വിളിക്കുക. അതായത് ശ്രദ്ധിക്കുക, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളെയാണ് നമ്മൾ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് ബിലോങ് ടു ദ റിട്രീറ്റിംഗ് മൺസൂൺ, അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂണുമായിട്ട് ശരിയല്ലാത്തത് അല്ലെങ്കിൽ അതുമായി ബന്ധമില്ലാത്തത്. ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ ദ എൻഡ് ഓഫ് സെപ്റ്റംബർ ആൻഡ് ദ സൺ അപ്പാരന്റ്ലി മൂവ് ടുവേർഡ്സ് ദി സദേൺ ഹെമിസ്ഫിയർ. ഇറ്റ് ഈസ് ആക്ച്വലി എ ട്രാൻസിഷൻ പീരീഡ് ബിറ്റ്വീൻ റെയിനി സീസൺ ആൻഡ് ഫോർത്ത് കമ്മിങ് വിന്റർ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. നമ്മൾ പറഞ്ഞല്ലോ ഇത് സൗത്ത് വെസ്റ്റ് അല്ല, ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഇൻ ബിറ്റ്വീൻ ജൂൺ ഫസ്റ്റ് വീക്ക് ആൻഡ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ സണ്ണിന്റെ അപ്പാരന്റ്
മൂവ്മെന്റ് എർത്തിന്റെ ചില പ്രത്യേക ദിവസങ്ങളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും കാപ്രിക്കോണിനും ഇക്വേറ്ററിനും ഇടയിൽ വരുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ പഠിക്കുമ്പം അവിടെ ഉണ്ടാവുന്ന ഒരു സീസൺ ആണ്, അതായത് സീസണൽ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡ് ആണ് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. അപ്പൊ ഇവിടെ നമുക്ക് ശരി ഉത്തരം അല്ലെങ്കിൽ ഇവിടെ നോട്ട് ബിലോങ് ടു ദി റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് പറയാൻ പറ്റും ഓപ്ഷൻ സി 3 and 4. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതായത് നോട്ട് ബിലോങ് ടു ശരിയല്ലാത്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് നമ്മൾ വിളിച്ച നോർത്ത് ഈസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് 3 and 4. ഇറ്റ് ഈസ് നോൺ ആസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ശരിയല്ല. ഇറ്റ് സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ ജൂൺ ഫസ്റ്റ് വീക്ക് ആൻഡ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്. അതും ശരിയല്ല. ഈ 2 പോയിന്റും ശരിയാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെയും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിത്ത് റെഫറൻസ് ടു ദ അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ ഇന്ത്യയിലെ അലൂവിയൽ സോയിലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളെ പരിഗണിച്ചതിന് ശേഷം വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്. ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റുകളെ കണ്ടെത്തുക. ഓക്കെ, നോക്കിയേ. അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ ആർ ഡിപ്പോസിറ്റഡ് ബൈ ദ 3 ഇമ്പോർട്ടന്റ് ഹിമാലയൻ റിവേഴ്സ്, ദ ഇൻഡസ്, ദ ഗംഗ ആൻഡ് ദി ബ്രഹ്മപുത്ര. അതായത് ഇന്ത്യയിൽ അലൂവിയൽ ഡിപ്പോസിഷൻ എക്കൽ മണ്ണിന്റെ നിക്ഷേപത്തിന് കാരണമാകുന്നത് ഹിമാലയൻ നദികളായിട്ടുള്ള 3 നദികളായ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളാണ്. അലൂവിയൽ സോയിൽ ഈസ് ആൾസോ എക്സ്റ്റെൻഡഡ് ടു രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ത്രൂ ദ നാരോ കോറിഡോർ. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്നും പറയുന്നു. അലൂവിയൽ സോയിൽ ഈസ് ടിപ്പിക്കൽ ഓഫ് ദി ഡെക്കാൻ ട്രാപ്പ് ബെസാൾട്ട് റീജിയൻ സ്പ്രെഡ് ഓവർ നോർത്ത് വെസ്റ്റ് ഡെക്കാൻ പ്ലേറ്റു. അതായത് ഡെക്കാൻ പ്ലേറ്റുവിന്റെ നോർത്ത് വെസ്റ്റ് റീജിയൻ, അതായത് പീഠഭൂമി മേഖലയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ അലൂവിയൽ സോയിൽ ഡിപ്പോസിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അലൂവിയൽ സോയിൽ ഈസ് ആൾസോ ഫൗണ്ടഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പർട്ടിക്കുലർലി ഇൻ ദ ഡെൽറ്റാസ് ഓഫ് മഹാനദി, കൃഷ്ണ, ഗോദാവരി. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺസിഡർ ദ ഫോളോയിങ്. അതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? കറക്റ്റ്. നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒരിക്കലും ഡെക്കാൻ പ്ലേറ്റ്യൂ റീജിയനിൽ ഒന്നും തന്നെ എന്ത് കാണപ്പെടുന്നില്ല? അലൂവിയൽ സോയിൽ കാണപ്പെടുന്നില്ല. കാരണം പ്ലേറ്റ്യൂ റീജിയൻ എന്ന് പറഞ്ഞാൽ, പ്ലേറ്റ്യൂസ് അഥവാ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന് കുറച്ച് ഉയരം കൂടി മുകൾ ഭാഗം നിരപ്പായ ഭൂരൂപങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ആണെങ്കിലും മറ്റ് റിവേഴ്സ് ആണെങ്കിലും, അതായത് ഡെക്കാൻ പ്ലേറ്റ്യൂ റീജിയൻ എന്ന് പറയുന്നത് ഉയരം കൂടി കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരിക്കലും എന്ത് കാണില്ല? ഈ പറയുന്ന അലൂവിയൽ ഡിപ്പോസിഷൻ കാണില്ല. ഈ ഡെക്കാൻ പ്ലേറ്റ്യൂവിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് വരുമ്പോൾ മഹാനദി, കൃഷ്ണ, ഗോദാവരി തുടങ്ങിയ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ കിഴക്കൻ തീരസമതലങ്ങളിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിൽ എന്ത് നിക്ഷേപം നടത്തുന്നു? ഈ പറയുന്ന അലൂവിയൽ. നദി ഒഴുകി വന്നെങ്കിൽ മാത്രമേ അവിടെ അലൂവിയൽ ഡിപ്പോസിഷൻ നടക്കൂ. അപ്പം 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ അലൂവിയൽ ഡിപ്പോസിഷൻ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റും ആണ്. അപ്പൊ ഏകദേശം 15ഓളം ചോദ്യങ്ങൾ വിവിധ പരീക്ഷകളിൽ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് ചോദിച്ച GK ഭാഗത്തു നിന്നുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള PSCയുടെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ 10 ചോദ്യങ്ങളിൽ 1, 2, 3 ചോദ്യങ്ങൾ ഈ രീതിയിൽ വന്നാൽ പേടി കൂടാതെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളിവിടെ ടോപ്പിക് അല്ല പഠിപ്പിച്ചത്, ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിച്ചത്. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഏരിയയിൽ നിന്നുള്ള ഭാഗം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കുന്ന സമയത്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ. ഇനി സമയം കുറവാണ് എങ്കിൽ പോലും നമുക്ക് ഇനി ടൈപ്പിസ്റ്റ് ബാച്ചുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസം 22-ാം തീയതി കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന്റെ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പൊ ഈ എക്സാമിന് വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു എഫർട്ടിന്റെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി ടൈപ്പിസ്റ്റിന്റെ ഒരു ബൂസ്റ്റർ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 ദിവസം 20 മണിക്കൂർ കൊണ്ട് പരമാവധി ചോദ്യങ്ങൾ, ഏകദേശം 1000-ലധികം ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങളും അതിന്റെ ഏറ്റവും കണക്റ്റഡ് ഫാക്റ്റുകളും ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകളും നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്നു. നിരവധി മോഡൽ എക്സാംസുകൾ ഉണ്ട്, പോൾ എക്സാമുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുകയും പരീക്ഷ എങ്ങനെ സമീപിക്കണം, പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യസാധ്യത കൂടുതലുള്ള ചോദ്യങ്ങളെ നമുക്ക് വിശകലനം ചെയ്ത് പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു എഫർട്ട് നമുക്ക് നടത്താം. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഈ രീതിയിൽ വളരെ സ്മാർട്ടായിട്ട് പഠിച്ച് നല്ലൊരു റാങ്കിൽ നിങ്ങൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ്.